എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അങ്ങനെ ചിത്ര പൗർണമി ദിവസമുള്ള ആ പൂജകളൊക്കെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അനന്തപുരി വീട്ടിലുള്ളവർ. അപ്പോൾ ആ പൂജേനെക്കുറിച്ചൊക്കെ മുത്തശ്ശി നയനയോടും നവ്യയോടും എല്ലാവരോടും പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, അതെ, ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഒരു പേപ്പറിൽ എഴുതി ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചാൽ മതി എന്ന് പറയാണ്. അപ്പം നയന പറഞ്ഞു, അങ്ങനെ വല്ലതും നടക്കുമോ മുത്തശ്ശി എന്ന് ചോദിക്കും. വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ, നടക്കും മോളെ എന്ന് പറയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, മുത്തശ്ശി തന്നെ എല്ലാവർക്കും പേപ്പറുകളൊക്കെ കൊടുക്കുകയാണ്. നല്ല കളർ പേപ്പറൊക്കെ കൊടുത്തത്. അപ്പം അങ്ങനെ പേപ്പർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും അവരുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ് നടക്കണത്, ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുള്ള എന്താണ്, അതിങ്ങനെ എഴുതുവാണ്. എഴുതാൻ തുടങ്ങിക്കഴിയുമ്പോൾ ആദ്യം തന്നെ അബിയുടെ മനസ്സിലുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യനെ എങ്ങനെ ഇവിടുന്ന് പുറത്താക്കണം. അബി പ്രാർത്ഥിച്ചെഴുതുന്നേ, എൻ്റെ ഭഗവാനെ അവളെ എൻ്റെ മനസ്സിൽ നിന്ന് മാത്രമല്ല, മനസ്സിൽ പണ്ടേ തന്നെ ഇല്ല, എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ അവളെ എനിക്ക് ഒഴിവാക്കി കിട്ടണം. ഞാൻ പല പണികളും നോക്കി, ഒരു രക്ഷയില്ല, അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നില്ല. എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് അവളിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുക. എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ ഒന്ന് ഒഴിവാക്കി തരണേ എൻ്റെ ഭഗവാനെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെഴുതുക. ഈ സമയം ജലജ എഴുതിയതോ, എനിക്ക് ദേവയാനി അടുത്തൊരു സ്ഥാനം കിട്ടണം. ആ ഏട്ടത്തി കാരണം ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ട്. ഓരോ ദിവസം അവരെന്നെ ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ആ സ്ഥാനം കിട്ടണം, എനിക്ക് ആ സ്ഥാനത്തിരിക്കണം. ഞാൻ ആയിരിക്കണം ഇവിടുത്തെ അടുത്ത കാർന്നൂത്തി. അതോടൊപ്പം തന്നെ ആ നവ്യെന്ന് പറയുന്ന എൻ്റെ മോൻ്റെ ജീവൻ തകർത്ത അവളുണ്ടല്ലോ, അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് എനിക്കൊന്ന് അടിച്ചിറക്കാൻ പറ്റണം. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജലജ എഴുതുന്നത്. പിന്നീട് കാണിക്കുന്നത് ദേവേനെ ഇങ്ങനെ ഒന്ന് ആലോചിക്കുമായിരുന്നു, എന്തെഴുതണം. ദേവേനിക്ക് ആകപ്പാടെ ഒന്നേ എഴുതാനുണ്ടായിരുന്നുള്ളൂ, തൻ്റെ ആദർശമോൻ്റെ ജീവിതം. ഓരോരുത്തരുടെ മനസ്സാണ് അവർ ആ പേപ്പറിൽ എഴുതുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശമോൻ്റെ ജീവിതം എങ്ങനെ ഒന്ന് രക്ഷിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നയന അവളുടെ ജീവിതത്തിൽ നിന്ന് പോകണം. അവൻ്റെ ജീവിതത്തിൽ നിന്ന് വേറെ നല്ലൊരു പെൺകുട്ടി കയറി വരണം, താൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നൊരു പെൺകുട്ടി. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത്. പക്ഷേ ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനിങ്ങനെ ഒന്നും എഴുതാതിരിക്കുകയാണ്. നയനയ്ക്ക് എന്ത് എഴുതണമെന്ന് അറിയത്തില്ല. എന്തെഴുതിയാലാ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. നയനയ്ക്ക് എപ്പോഴും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ കാര്യവും വന്നാലും, നല്ലത് വന്നാലും ചീത്ത വന്നാലും എല്ലാം ഭഗവാന്റെ മുന്നിൽ പോയെന്ന് കരഞ്ഞെന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ സാധാരണ നയന ചെയ്യാറുള്ളത്. അപ്പം നയനിങ്ങനെ ആദർശിനെ പതുക്കെ നോക്കിയപ്പോഴത്തേനും ആദർശ് ഇങ്ങനെ എഴുതാൻ തുടങ്ങുന്നു. ആദർശം ഇതേ നോക്കരുത് കേട്ടോ, എൻ്റെ പേപ്പറിലേക്ക് നമ്മൾ പരസ്പരം കാണരുത്, കണ്ടാൽ അതിൻ്റെ ബലം ഉണ്ടാവില്ലെന്ന് പറയാണ്. പിന്നെ ഞാൻ നോക്കുന്നൊന്നുമില്ല കേട്ടോ ആരുടെയും പേപ്പറിൽ, ആദർശനെ എഴുതിക്കോളാൻ പറയാം. ആദർശ് പറഞ്ഞു, ഞാനിവളെ ഇത്രയും കാലം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുത്തശ്ശന് കൊടുത്ത സത്യത്തിൻ്റെ പേരിലാണ്. എന്നോട് പൊറുക്കണം എൻ്റെ ഭഗവാനെ. ഞാൻ ഇവളെ സ്നേഹിക്കുന്നില്ല, പക്ഷെ എനിക്ക് അഭിനയിച്ചേ പറ്റുള്ളൂ മുത്തശ്ശൻ ജീവിച്ചിരിക്കുന്നത്രയും കാലം. അതുകൊണ്ട് എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് തന്നെയാണ് ഭഗവാൻ ആദർശ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എല്ലാവരും എഴുതി കഴിഞ്ഞിട്ട് ഭഗവാന്റെ മുന്നിൽ ഇത് കൊണ്ടേ വെക്കുവാണ്. മുന്നിൽ വെച്ചിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചങ്ങോട്ട് മാറുവാണ്. മാറുന്ന സമയത്ത് അനി വന്നു നേരെ നമ്മുടെ നയനയുടെ അടുത്തേക്ക്. നയനയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഏട്ടത്തി എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയാം. എന്താ, നീ ഭഗവാന്റെ മുന്നിൽ എഴുതിയില്ലേ, നിൻ്റെ ഇഷ്ടം തന്നെയായിരുന്നു. ഓ, എനിക്കറിയാം നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താന്ന്, അത് നടക്കാൻ വേണ്ടിയിട്ടല്ലേന്ന് ചോദിക്കും. ഏട്ടത്തി അതല്ല, പിന്നെ എന്താടാ, ഒരു സംഭവം ഉണ്ടെന്ന് പറയണ. എന്ത് സംഭവം? ഇന്ന് ഇവിടെ പൂജ മാത്രമല്ല നടക്കണേ. പൂജ മാത്രമല്ലേ, വേറെന്താ, ഇവിടെ വേറൊരു വിശേഷങ്ങളും നടക്കും. ഇന്ന് അനാമികയുടെ വീട്ടിൽ നിന്ന് അവരുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ടെന്ന് പറയും. ഓഹോ, അപ്പം അതാണ് കാര്യം. അമ്പടെ കള്ളാ, എന്നോടൊന്നും മറച്ചു വെച്ചേക്കുമായിരുന്നില്ലേ. അത് ഏട്ടത്തിയോട് മാത്രമല്ല, ഇവിടെ ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ലെന്ന് പറയാം. അതെന്താ നീ പറയാതിരുന്നേ? അവർ വരുന്നതേ ഇന്ന് എൻ്റെ അനാമികയുടെ കല്യാണം ഉറപ്പിക്കാനായിട്ടാണ്. അവർക്ക് ഇവിടെ ഈ കുടുംബത്തിലുള്ളവർക്ക് സമ്മതമാണെന്ന് അറിയാൻ വേണ്ടി. ഓഹോ, അപ്പം അത്രയിടം വരെ എത്തി കാര്യങ്ങൾ. എന്നിട്ട് നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഏട്ടത്തി എങ്ങനെയാണ് ഞാൻ പറയണേ, ഏട്ടത്തിക്ക് അറിയാലോ, ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലില്ല. പിന്നെ അനാമിക്ക് ഒരേ നിർബന്ധം, പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന്. മനസ്സിലായി. അവൻ കൊച്ചു കളറൊന്നും അറിയത്തില്ലാത്തവരെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് മാറി നിൽക്കുന്നുണ്ടല്ലേ. ഇപ്പം എന്താ വേണ്ടേ? ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. എല്ലാവരുടെ മുന്നിൽ കാര്യം അവതരിപ്പിക്കണം. എനിക്ക് വിട്ട് തന്നേരെ, ഞാനൊക്കെ ചെയ്തോളാന്ന് പറയണം. ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് പോയി നന്നായിട്ട് ഫ്രഷ് ആവ്, നിൻ്റെ കെട്ടാൻ പോകുന്ന വീട്ടിൽ നിന്ന് വരുന്നതല്ലേന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനെ എന്ത് ചെയ്യുക, രണ്ടും കൽപ്പിച്ച് ഇനിയിപ്പോൾ ആദർശേട്ടൻ എന്താ എഴുതിയതെന്ന് അറിയണം. ആ പേപ്പർ ഒന്ന് പോയി എടുത്താലോ. അപ്പോൾ ആദർശേട്ടൻ്റെ പേപ്പർ പ്രത്യേകം നോട്ട് ചെയ്തായിരുന്നു. അതുപോലത്തെ ഒരു പേപ്പർ ആർക്കും കിട്ടിയില്ല, കളർ പേപ്പർ. എന്നാൽ പോയൊന്ന് നോക്കാം എന്നൊക്കെ ഓർത്ത് ഭഗവാന്റെ മുന്നിലേക്കും, എൻ്റെ ഭഗവാനെ എന്തായിരിക്കും ആദർശേട്ടൻ എഴുതിയത് എന്നോർത്ത് ഇങ്ങനെ ആ പേപ്പർ എടുക്കാൻ പോകുമ്പോഴാണ് ജാനകി അങ്ങോട്ട് വരുന്നത്. ജാനകി വന്നിട്ട്, നീ ഇവിടെ എന്തെടുക്കുക നയന? അതെ, എൻ്റെ അച്ഛനും അമ്മയും നന്ദുവൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാണ്.
പെട്ടെന്ന് ആ പേപ്പർ എടുക്കാതെ നയനെ അങ്ങോട്ട് ഓടി ചെല്ലുവാണ്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ അവർ 3 പേരും കൂടെ ഇറങ്ങി വരുവാണ്. നയനെ കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കനക മോളെ സുഖമല്ലേന്ന് ചോദിക്കണം. സുഖം അമ്മയെന്നൊക്കെ പറയാണ്. എന്നിട്ട് അവരെ അകത്തേക്ക് ആനയിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഉണ്ട് അവിടെ. അപ്പം ജലജ ചോദിച്ചു, അല്ല ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന്. കനക എന്ത് പറ്റിയെന്ന് ചോദിക്കണം. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഈ വീട്ടിൽ നല്ല കാര്യം നടക്കാൻ പോലെ ഒരു പൂജ നടക്കാൻ പോകല്ലേ. അപ്പോൾ പൂജയ്ക്ക് ഞങ്ങളെയും വിളിച്ചാൽ ഞങ്ങൾക്ക് നല്ല കാര്യമല്ലേ, ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമല്ലേ, ഞങ്ങളുടെ 2 മക്കളുള്ള വീടല്ലേ എന്ന് ചോദിക്കേണ്ടത്. ഓഹോ അതുകൊണ്ടാണോ? അല്ലാതെ കുറച്ച് പണം ഉണ്ടാക്കി ആ പ്രമാണങ്ങളൊക്കെ എടുത്തതിൻ്റെ അതിൻ്റെ സന്തോഷമല്ലല്ലേ. എന്തൊക്കെ കാണിച്ച പണം ഉണ്ടാക്കിയെന്ന് ആർക്കറിയാം. എങ്ങനെയാണെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ സന്തോഷമാണെന്ന് എനിക്ക് തോന്നണേന്ന് പറയാണ്. അങ്ങനെ തൻ്റെ വീട്ടുകാരെ താത്തി കെട്ടി ഒട്ടും ഇഷ്ടപ്പെടില്ല നയനയ്ക്ക്. നയന പറഞ്ഞു, അതെന്താ ചെറിയമ്മ അങ്ങനെ പറഞ്ഞത്? ഏതൊക്കെ വഴി കൂടെയാന്ന്? ഞങ്ങൾ നല്ല വഴി കൂടെ തന്നെയാണ് പണം സമ്പാദിച്ചിരിക്കുന്നത്. അത് ശരിക്കും അധ്വാനിച്ച് തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും കൂടെ. അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയത് പണം കൊണ്ടാണ് പ്രമാണമൊക്കെ എടുത്തിരിക്കുന്നത്. അതിനിപ്പം ചെറിയമ്മയ്ക്ക് ഇത്രമാത്രം വേദന ഉണ്ടാവേണ്ട ഒരാവശ്യമില്ലെന്ന് പറയാണ്. ഇങ്ങനെയൊന്നും നയനെ പറയുന്ന ഒരു കാരണവശാലും ജലജ മനസ്സിൽ പോലും കരുതിയിരുന്ന കാര്യമല്ല. നവ്യം മിണ്ടാതിരിക്കുക. നവ്യയ്ക്ക് പണ്ട് അങ്ങനെയാണല്ലോ. തൻ്റെ വീട്ടുകാർക്ക് എന്ത് സംഭവിച്ചാലും അവൾക്ക് ഒരു കുഴപ്പമില്ല, അവളുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കണം. ഇതൊക്കെ ഇങ്ങനെ ജലജ പറഞ്ഞു കഴിയുമ്പോഴത്തേനും കനകയുടെയും ഗോവിന്ദൻ്റെ മുഖം ആകെപ്പാടെ മാറുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറത്തൊരു കാറ് വന്ന് നിന്നേ. കാറിനകത്തുനിന്ന് അനാമികയും അച്ഛനും അമ്മയും ഇറങ്ങുവാണ്. പെട്ടെന്ന് അനിയുടെ കൈയും പിടിച്ചോണ്ട് നയനെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. നന്ദു ഇത് കണ്ടു. നന്ദുവിന് സഹിച്ചില്ല അനാമിക വരുന്നത്. കൈയും പിടിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് വാ വാ കയറി വാന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ്. അങ്ങനെ എന്ത് ചെയ്യണം, അവരെ ആനയിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരിക. അവരകത്തേക്ക് കയറുന്ന എല്ലാവർക്കും നമസ്കാരമൊക്കെ പറഞ്ഞു. അല്ല മുത്തശ്ശൻ ചോദിച്ചു, അല്ല എന്താ ആരാ അങ്ങനെയൊക്കെ ചോദിക്കണം, അവരെ പരിചയമില്ലല്ലോ. അപ്പോൾ അനാമിക പറഞ്ഞു, ഇതെൻ്റെ അച്ഛനും അമ്മയെന്ന് പറയാണ്. പെട്ടെന്ന് അനാമികയുടെ അച്ഛൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോടെല്ലാം കുറച്ച് സംസാരിക്കാനുണ്ട്, അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറയുന്നത്. മുത്തശ്ശി പറഞ്ഞു, അതിനെന്താ വന്നിരുന്നോളാൻ പറയാണ്. അവരെ അങ്ങനെ അവിടെ പിടിച്ചിരുത്തുവാണ്. പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമികയും അനിയും കൂടെ അടുത്തടുത്തിരിക്കുവാണ്. അപ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെ ചുറ്റും ഇരിക്കുവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അടുത്തിട്ട് സംസാരിക്കുവാണ്. അനി പറഞ്ഞു, എങ്ങനെ ഈ കാര്യം അവതരിപ്പിക്കും? അറിയാലോ ഇതെല്ലാം നിൻ്റെ ഐഡിയ, എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോണമെന്ന് പറയാം. അതെങ്ങനെ ശരിയാവും? നീ പറയാൻ പറയണം, ഞാൻ പറയത്തൊന്നുമില്ല എന്ന് പറഞ്ഞേ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയാം, എന്താ ഞങ്ങളെല്ലാവരെയും പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ രണ്ടും ഭയങ്കര സംസാരമാണല്ലോ എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ അനാമികയുടെ അച്ഛൻ പറഞ്ഞു, അതേ അവർ തമ്മിൽ ഇപ്പോഴൊന്നും അല്ല, കുറേ കാലമായിട്ട് അവർക്ക് പരിചയമുണ്ട്. അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനും ഉണ്ട്. നമ്മൾ ഉദ്ദേശിച്ചവരെയൊന്നും അല്ല, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അവരറിയാലോ അവരുടെ സ്വഭാവം എന്താണെന്നുള്ള കാര്യം. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ പരസ്പരം ഇഷ്ടങ്ങളൊക്കെ തുറന്നു പറയും. അതുപോലെ ഇഷ്ടം എൻ്റെ മോൾക്കുണ്ടായിരുന്നു. എൻ്റെ മോൾ അത് നേരെ അനിയോട് തുറന്നു പറയുകയും ചെയ്തു. എനിക്കും ഇഷ്ടക്കുറവൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പം എൻ്റെ മനസ്സിൽ നിന്ന് ഇതങ്ങ് നീട്ടിക്കൊണ്ട് പോകണ്ടെന്നാ. അവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവർ രണ്ടുപേരും ഒന്നിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശിനെ ഒന്ന് നോക്കി. ആദർശം അതെല്ലാം പരസ്പരം നോക്കുവാണ്. അല്ല നിങ്ങളാരും ഒന്നും പറഞ്ഞില്ല, ഇനി ഞാൻ പറഞ്ഞ വല്ല തെറ്റാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. ഇപ്പോൾ ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അതായത് കുറച്ച് പണം ഉണ്ടായിട്ടോ അങ്ങനെയൊന്നും കാര്യമില്ല, കുടുംബ മഹിമ ഉണ്ടായിട്ട് കാര്യമില്ല. പരസ്പരം മനസ്സിലാക്കണം, സ്നേഹിക്കണം, അറിയണം, അതൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുടുംബത്തിന് വേണ്ടത് അന്തസ്സും അഭിമാനമൊക്കെയാണ് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു കല്യാണാലോചനയായിട്ട് ഇങ്ങോട്ട് തന്നെ നേരിട്ട് വന്നതെന്ന് പറയാണ്. ഇതൊക്കെ ഇട്ടുകഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും പറഞ്ഞു, അതെ എനിക്ക് ഒരു സമ്മതക്കുറവില്ലെന്ന് പെട്ടെന്ന് അനിയുടെ അമ്മ പറയുകയാണ്. ജാനകി പറയാണ്. ആദർശ് പറഞ്ഞു, കൊള്ളാം, എനിക്കും ഇഷ്ടക്കുറവൊന്നുമില്ല. അനിയായിട്ട് കണ്ടുപിടിച്ചല്ലേ, അവനായിട്ട് തിരഞ്ഞെടുത്ത പെൺകുട്ടി ഒരിക്കലും മോശമാകത്തില്ല, എനിക്ക് സമ്മതമാണ്. അങ്ങനെ ഓരോരുത്തരും അവരുടെ സമ്മതമൊക്കെ പറയാണ്. ഈ സമയത്ത് ജലജ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഒരു കാര്യം ശരിയാ, അന്തസ്സും അഭിമാനവും അത് ഈ കുടുംബത്തിലുള്ളവർ നോക്കാറില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണ് വേണമെന്നും ആഗ്രഹിക്കില്ല. അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ ഏട്ടത്തിയുടെ മരുമോൾ ഇവിടെ ആദർശിൻ്റെ ഭാര്യയായിട്ട് വരത്തില്ലായിരുന്നല്ലോ. അന്തസ്സും അഭിമാനവും പണവും നോക്കുമായിരുന്നു, ഒരിക്കലും അവൾ ഈ വീട്ടിൽ കാണത്തില്ലായിരുന്നു പറയാം. ആകെപ്പെട്ട അടി കിട്ടിയ അവസ്ഥയായിപ്പോയി നായനയ്ക്കും ഗോവിന്ദനും കനകയ്ക്കൊക്കെ. അവരൊട്ടും പ്രതീക്ഷയില്ല എങ്ങനെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവരെ പെട്ടെന്ന് തന്നെ നായനയ്ക്ക് സങ്കടം വന്നു. നായനെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ആദർശിന് ഇത് മനസ്സിലായി നായനയ്ക്ക് വിഷമം ഉണ്ടായിരുന്ന കാര്യം. അങ്ങനെ അന്തസ്സും അഭിമാനമൊക്കെ നോക്കുന്നതാണെങ്കിൽ ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചിറക്കിക്കൊണ്ട് വരേണ്ട ഒരാവശ്യമില്ലായിരുന്നു എന്നൊക്കെ ജലജ ഇങ്ങനെ പിന്നെയും കുത്തിക്കൊണ്ട് പറയാണ്. കുറേ സമയമൊക്കെ ആദർശിൻ്റെ അച്ഛൻ ജയം കേട്ടോണ്ടിരുന്നു. പിന്നെ ജയം പറയണ, അത് ശരിയാ ജലജ നീ പറഞ്ഞേ, അവര് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയതാ, മണ്ണ് കുഴച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നവരവര്. പക്ഷേ അവർക്ക് അതിൻ്റെതായ അന്തസ്സുണ്ട്. അവരാരുടെ മുന്നിൽ ഒന്നിനു വേണ്ടി കൈ നീട്ടാറില്ല. അവർ ആ തൊഴിൽ ചെയ്ത് നല്ല അന്തസ്സോടെ തന്നെയാണ് ജീവിക്കുന്നത്. അല്ലാതെ കുറേ മേക്കപ്പും ചെയ്ത് വീട്ടിൽ കയറിയിരുന്ന് പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുമല്ല അവർ ചെയ്യുന്നതെന്ന് പറയാണ്. ജലജയ്ക്ക് കർണത്തിന് അടിയേറ്റ വിലയായിപ്പോയി. ജലജ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. പിന്നീട്
ആദർശ് അച്ഛൻ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. നയനയുടെ വീട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. പക്ഷേ ഒരു രൂപയ്ക്ക് വേണ്ടി എന്തിനു വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ അവർ ഒരിക്കലും കൈ നീട്ടാറില്ല. അവർ സ്വന്തം അഭിമാനം പണയം വെക്കാറില്ല. ഇങ്ങനെയൊക്കെ തൻ്റെ വീട്ടുകാർക്കാണ് നല്ലത് പറഞ്ഞപ്പോൾ നയനെ ഇങ്ങനെ സന്തോഷത്തോടുകൂടി ആദർശനെ നോക്കുകയാണ്. ജലജ ആകെ നാണം കെട്ട് തല ഉരിഞ്ഞ് നിൽക്കുകയാണ്, തൊലി ഉരിഞ്ഞ് നിൽക്കുകയാണ്. കാരണം ഇത്രയൊക്കെ ആദർശം പറയുന്ന ഒരിക്കലും വിചാരിച്ചിരുന്ന കാര്യമല്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.